ചില ദിവസങ്ങളിൽ എനിക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി തോന്നും. അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. എനിക്ക് ഓഫീസിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്. അതിൽ എല്ലാവരും കൊച്ചി തന്നെ അല്ലാത്തതുകൊണ്ട് ആരെങ്കിലും ഒരാൾ വന്നാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലായിരിക്കും എപ്പോഴും കൂടും. അപ്പൊ ഇന്ന് ഞാൻ എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ മുതൽ തന്നെ കാണാതിരുന്നിട്ടുണ്ടാവില്ല. മേക്കപ്പ് ഇടാത്ത ലുക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ബൈ ദിസ് ഇസ് ജീന. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു കോൾ വന്നപ്പോഴാണ് ഞാൻ ഇന്ന് എണീറ്റത്. പിന്നെ ചിക്കൻ എന്റെ ഒരു വീക്ക്നെസ് ആണെന്നുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും അറിയാവുന്നതുകൊണ്ട് ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം വിളിക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഊബർ എടുത്ത് വേഗം ഇങ്ങോട്ട് പോകുന്നു. ബൈ ദിസ് ഇസ് അവർ ഡിയറസ്റ്റ് ഏഞ്ചൽ. ആളുടെ ബ്യൂട്ടിഫുൾ ഫ്ലാറ്റ് ആണ് കേട്ടോ ഇത്. ഇത്രയും എസ്തെറ്റിക് വൈബുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ടായിട്ട് ഞാൻ വെറുതെ വീഡിയോ എടുക്കാതിരിക്കുന്നത് എങ്ങനെയാ? സോ ഞാൻ വീഡിയോ കുറച്ചൊക്കെ എടുത്ത് തന്നത് വേറെ ആരും അല്ല, ജീന തന്നെയാണ്. പിന്നെ എന്തായാലും വീഡിയോ എടുത്ത് തരല്ല, അപ്പൊ കുറച്ചുകൂടി ഗുമ്മാക്കാൻ ഓർത്തിട്ട് എവിടേക്കോ കയറിയിരുന്ന് വീഡിയോ എടുത്ത് തരുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കൽ തുടങ്ങി. ഗുഡ് ഫുഡ് ഗുഡ് വൈബ് എന്നൊക്കെ പറയില്ല, ആ ഒരു ഫീൽ ആയിരുന്നു ഇപ്പോൾ. എനിക്ക് ചില സമയത്ത് വെറുതെ ഇങ്ങനെ ഇരുന്നാലും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അത് ചിലപ്പോൾ ചില ആൾക്കാർ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം, ചില സ്ഥലത്തിന്റെ ആയിരിക്കാം. അങ്ങനെ പീസ് ആയിട്ട് ഇരുന്നപ്പോഴേക്കും ഞങ്ങൾക്ക് അവൽ മിൽക്ക് ഏഞ്ചൽ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ആസ് യൂഷ്വൽ ജീനയുടെ തള്ള എന്തൊക്കെയോ കാര്യമായിട്ട് തള്ളുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൽ മിൽക്ക് ഒക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം പീസ് ആയിട്ടിരുന്നു. അപ്പോഴേക്കും ഒരു കിളി വന്നു. 6 മണിയാവുമ്പോൾ ഈ സെയിം സ്പോട്ടിൽ മൂപ്പർ എല്ലാ ദിവസം വരും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചായ കുടിക്കേണ്ട ടൈമായി. ചായ കുടിച്ചിരുന്നപ്പോഴാണ് ഇവരെല്ലാവരും ഗോവയ്ക്ക് ട്രിപ്പ് പോയപ്പോൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റ് തന്നു. പിന്നെ ജീന എവിടെന്നോ വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറ ഒക്കെ കാണിച്ചു തന്നു. ഇതിന്റെ ലിങ്ക് എന്നോട് ചോദിക്കേണ്ട, അത് ജീനയ്ക്ക് അറിയാം. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും ഞാൻ ഏഞ്ചലയുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ നേരെ പോകുന്നത് മൈൽ സ്റ്റോണിന്റെ ഓഫീസിലേക്ക്. ഇന്ന് ഷൂട്ടിനല്ലാട്ടോ പോകുന്നത്, മൈൽ സ്റ്റോണിന്റെ എല്ലാമായ അപ്പു ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ബർത്ത്ഡേ ആയിട്ട് ചേട്ടൻ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ കേക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് നല്ല ഫുഡൊക്കെ കഴിച്ചു. അവിടുത്തെ ഏറെക്കുറെ എല്ലാ ഐറ്റംസും തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പിന്നെയും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കാണ് പോയത്. ഇവിടെ വന്നാൽ ഫോൺ എടുക്കുന്ന കാര്യമൊന്നും ചിന്തിക്കാനേ പറ്റില്ല. അമ്മാതിരി കത്തിയടിയായിരിക്കും ഞങ്ങൾ എല്ലാവരും. ബേസിക്കലി ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് കുറെ കോമഡി പറയുന്ന ഒരാളാണ്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ ഏതോ ഒരു കോമഡി കേട്ടിട്ട് ചിരിക്കാത്തത് കൊണ്ട് പറഞ്ഞ് പേടിപ്പിച്ച് ചിരിപ്പിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ജീന എന്തോ എന്റെ കുറ്റം പറയുന്നതാണ്, അത് കാര്യമാക്കേണ്ട. അങ്ങനെ കത്തിയടിച്ച് ഒരു മണിക്കൂർ എന്തോ ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും വെളുപ്പിന് 4 മണിയായി. അപ്പൊ ഇന്ന് ജി തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവാണ്. അപ്പൊ ആളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ പോകുന്നത്. കാര്യം അവൾ അടുത്ത മാസം തന്നെ കൊച്ചിയിലേക്ക് തിരിച്ചു വരുമെങ്കിലും പോകുമ്പോൾ ഒരു ചെറിയ സങ്കടം. അങ്ങനെ ജീനനെ ഞങ്ങൾ പാക്കാക്കി വിട്ടപ്പോഴേക്കും എന്റെ അടുത്ത ഡേ ഇൻ മൈ ലൈഫായി. അപ്പൊ അത്രേ ഉള്ളൂ, ബൈ.